ബാലിയിൽ യാത്ര പോകുന്ന ആൾക്കാർ പല ബീച്ചുകളും മലകളും കുന്നുകളും അങ്ങനെ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലൊരു കാഴ്ച അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. അതെ, ഞങ്ങൾ താമസിച്ചത് ഒരു സൂ ഹോട്ടലിലാണ്. ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഒരു കിടിലൻ സെറ്റപ്പ്. നമ്മുടെ മുറിയിൽ നിന്ന് ജിറാഫിനെയും അതേപോലെ സീബ്രേനെയും ഒക്കെ കണ്ടുകൊണ്ട് താമസിക്കാവുന്ന ഒരു സ്ഥലം. ഇവിടെ നല്ല സഫാരി ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ കടുവകളുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സിംഹങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് സിംഹങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ്. ഒരു കിഡിലൻ ലയൺ റെസ്റ്റോറന്റ് ഉള്ള ഒരു കിഡിലൻ സ്ഥലമാണിത്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് മുഴുവൻ കണ്ടുനോക്കാം. ഫീഡ് ചെയ്യാം. ബാ, നമുക്ക് അതിന് മുമ്പ് റെസ്റ്റോറന്റിൽ പോണോ? നമുക്ക് എവിടെ ലയണിനെ കണ്ട ചെയ്ത നീ കാണിച്ചാ. ബാ, ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ്. ഹായ് ഹായ്. ലയൺ എവിടെ? അതെ, അവിടെ ലയൺ ഉണ്ടോ? അടിപൊളി. ഇതെടാ അവര് ഫുഡ് കഴിക്കുന്നതിന്റെ അപ്പുറത്ത് ലയൺ നോക്കി. എന്റെ പൊന്നു, നോക്ക്. ദേടാ ലയൺ ഇരിക്കുന്നത്. ദേടാ ലയൺ നോക്കി. കണ്ടോ ലയൺ ഇരിക്കുന്ന കണ്ടോ നോക്കി. ഉറക്കവാ. അടിപൊളി. ദാറ്റ്സ് നൈസ്. നോ, നേരത്തെ പറഞ്ഞ ശ്വേത, ലയൺ നേരത്തെ വന്നാലേ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ആൾക്കാർ ലയണിന്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു. മേളിൽ അവർ ഫുഡ് കഴിക്കാം. നമുക്ക് നാളെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ കാണാതെ. വാ, നമുക്കിപ്പം എവിടെ ബാത്റൂം എവിടെയാ? ബാത്റൂമിൽ എവിടെയാ ലയണിനെ കാണാന്ന് പറഞ്ഞത്? ഇതിനകത്തോ? ഇതാണോ? എവിടെയാ ഋഷി ലയണിനെ കാണിച്ചേ? ഋഷി എവിടെ ലയണിനെ കണ്ടത്? ദൈവമേ, ദേടാ ലയൺ നിൽക്കുന്നു. കണ്ടോ ഋഷി? കണ്ടോ? നീ കണ്ടോ ലയണിനെ? നീ നോക്ക്, ഹലോ പറ ലയണിനോട്. ഓ വാ, അത് പൊളിച്ച്. നമ്മളെവിടെ ബാത്റൂമിലാണ് ഗൈസ്. നോക്കൂ, ഇത് കണ്ടോ? എന്റെ അമ്മേ, ഇത് കേട്ടില്ലേ? ബാത്റൂമില് ലയൺ. എന്തുകൂടാ ഇത്? നീ ഇത്ര അടുത്ത് ലയണിനെ കണ്ടിട്ടുണ്ടോ? ഞാനിത് സൂം ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. നോക്കി, ഇത്ര അടുത്ത് നിങ്ങൾ ലയണിനെ കണ്ടിട്ടുണ്ടോ? എന്റെ ദൈവമേ, ലയണിന്റെ അടുത്ത് നിൽക്കുന്ന ഋഷി. പേടിയുണ്ടോ ലയണിനെ? ഉണ്ടോ? ശേ, ഇത് പൊളിച്ച്. ഒരെണ്ണം അവിടെ കിടന്ന് ഉറങ്ങുവാ. നോക്കി, കണ്ണും തുറന്ന് പിടിച്ച് ഉറങ്ങുന്നല്ലേ. എന്റെ പൊന്നെ, ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? കണ്ടോ, ഇതാണ് സംഭവം. ഇപ്പൊ പേടിയൊക്കെ പോയ ഋഷിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് 100 കൂട്ടം സംശയമായിരുന്നേ. അതായത് ഗ്ലാസ് ഉണ്ടാവുമോ, ലയൺ പിടിക്കുമോ, റൂമില് ലയൺ വരുമോ, റൂമിൽ ജിറാഫ് വരുമോ, പിടിച്ചോണ്ട് പോവോ, ജിറാഫ് ലയണിനെ പിടിക്കുമോ, അങ്ങനെ 100 കൂട്ടം. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി മൊത്തം ഇതിന്റെ എക്സൈറ്റ്മെന്റിൽ എന്നോട് ഡൗട്ട്സും ചോദിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ആശാൻ രാത്രി മൊത്തം. പേടിയായിരുന്നു ഋഷിക്ക്. ഇന്നാണ് ഋഷിയുടെ പേടിയൊക്കെ മാറിയത്. എന്തിയാ ലയൺ അങ്ങ് പോയല്ലോ. ഇങ്ങോട്ട് വരാൻ പറ, വിളിക്ക്. ഇങ്ങോട്ട് വാ ലയണേ, ബാ. ഇവിടെ വാടാ. ആണും പെണ്ണും കേട്ടോ, 2 പേരുണ്ട്, കപ്പിൾസാ. ഹലോ, ഇവിടെ വരുമോ? കം. ഇത്ര അടുത്തല്ലേ നമുക്ക് ലയണിനെ കാണാൻ പറ്റുന്നേ. എന്റെ ദൈവമേ, നോക്കടാ. എനിക്ക് ഇത് നല്ല പ്രായമുള്ള ലയണാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൂപ്പനാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ, തൊടാൻ അങ്ങോട്ട് ചെല്ല് ലയണിനെ. നമ്മുടെ പോലെ തന്നെയാ നാക്കൊക്കെ അല്ലേ. ഇടക്കിടക്ക് നാവ് പുറത്തേക്ക് ഇടുന്നുണ്ട്, കണ്ടില്ല നോക്കി. ഇവര് രാത്രി ആകുമ്പോഴത്തേക്കിനും ഇവിടെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ജിറാഫിനെ ഫീഡ് ചെയ്ത സ്ഥലമാണത്. അവിടെ ഇപ്പോൾ അവര് ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഏരിയ ആക്കി മാറ്റി. ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ശ്വേത ഋഷിനെ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. താമസിക്കുന്ന ആൾക്കാർക്കാണ് ഈ രാത്രിയിലത്തെ ഈ ഒരു ഷോ ഒക്കെ ഉള്ളത്. പിന്നെ ഇവർക്ക് ഇവിടെ നിന്ന് നൈറ്റ് സഫാരി ഒക്കെ ഉണ്ട്. അതിന് ഞാൻ ചോദിച്ചപ്പോൾ 1 മില്യൺ റുപ്പയ പെർ പേഴ്സൺ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഇരുന്ന് ഡിന്നർ കഴിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണിത്. 1 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നൈറ്റ് സഫാരിക്ക് അതിനും മാത്രം എന്താണെന്ന് എനിക്കറിയില്ല. അതിന് 20 മിനിറ്റ്സിന് 1 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്കിനും ഏകദേശം 5000-6000 രൂപ ആയി. നമുക്കിതൊക്കെ ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെ ഉള്ള മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫ്രം യൂറോപ്പ്, ഓസ്ട്രേലിയ ആൻഡ് ഓൾ.
അവരെ സംബന്ധിച്ച് $1 million എന്ന് പറയുമ്പോഴത്തേക്കിനും $100 പോലും ആവുന്നില്ല. ഒരു $70-80 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. അവർക്കത് ഭയങ്കര ചീപ്പാണ്. പക്ഷെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട്, ഇവരുടെ ഈ ഷോ കാണാനായിട്ട്. കൊള്ളായിരുന്നു നല്ല പരിപാടി അല്ലേ? ഭയങ്കര രസമായിരുന്നു. ആഫ്രിക്കൻ എന്തായിരുന്നു? ആഫ്രിക്കൻ അത് കൊള്ളായിരുന്നു. ഗൈസ്, ഇവിടെ പിള്ളേരെല്ലാരും ഓരോ ടോയ്സിനെയും കൊണ്ട് നടക്കുകയാണ്. പിന്നെ ജിറാഫിനെ കാണിച്ചാൽ മാത്രം പോരല്ലോ, ജിറാഫിനെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ജിറാഫിനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വകയില് ജിറാഫ് ഒപ്പിച്ച് ഋഷി അല്ലേ അല്ലേ ഉമ്മ കൊടുത്തോ. ഞങ്ങൾക്ക് അങ്ങനെ ജിറാഫിനെ കാണിച്ചു കൊടുത്ത് അയ്യോ കടിച്ചേ. പൈസ കൊടുക്കും, ഋഷി പൈസ കൊടുക്കോ? പിള്ളേരെ എല്ലാ പരിപാടികളും ഉണ്ട് ഗൈസ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോയ്സിന്റെ വലിയൊരു ഷോപ്പ് തന്നെയുണ്ട്. അത് നേരെ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് റിസപ്ഷൻ. പിന്നെ എന്ത് വേണേലും പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഇതിനെയൊക്കെ കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കാം. ഇഗ്വാനെ പിടിക്കാം, പിന്നെ കൊക്കാട്ടുവിനെ കൈ പിടിച്ച് ഫോട്ടോ എടുക്കാം. അങ്ങനെയുള്ള പല പല പരിപാടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഫോട്ടോ ഇതൊക്കെ ഫ്രീ ആട്ടോ, ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്, പൈസ കൊടുത്തുള്ള പരിപാടികളും ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ധൈര്യശാലികൾ, രണ്ട് ധൈര്യശാലികള്. Don't touch, Rishi, don't touch. Don't touch. No, not touching. Yes, this will bite. Okay. അടുത്തത് ശ്വേതയുടെ ടേൺ ആണ്. ഇഗ്വാന ഉണ്ട്. അടിപൊളിയാണല്ലോ, നൈസാണല്ലോ മോനെ, അടിപൊളി. ഞങ്ങൾ ഇന്ന് ഡിന്നർ വിത്ത് ലയൺ. ഒരു രാത്രിയില് ഒരു നൈറ്റ് സഫാരി എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ആനിമൽസിനെ ഫീഡ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. അത് കുറേ കൂടെ പേഴ്സണലൈസ്ഡ് പരിപാടിയാണ്. അതിനവര് എത്രയാ അവര് പറഞ്ഞ 1.3 million പെർ ഹെഡ് അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 7,000 രൂപ ഞാൻ നേരത്തെ പറഞ്ഞ റേറ്റ് വരും. യെസ്, അതിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. നോക്കൂ ഗൈസ്, ലയണിന്റെ കൂടെ ഞങ്ങൾ അങ്ങനെ ഡിന്നറും കൂടെ കഴിക്കാൻ പോകുന്നു ഗൈസ്. നോക്കൂ, കണ്ടോ, ഡിന്നർ വിത്ത് ലയൺ. എനിക്ക് വയ്യ ഋഷി, ഡിന്നർ വിത്ത് ലയൺ. ഓ മൈ ഗോഡ്, അവിടെ 2 സിംഹങ്ങൾ അവിടെ ബാറിന്റെ പുറകിൽ നിന്ന് ഗർജിക്കുന്നുണ്ട്. ഇതാണ് റെസ്റ്റോറന്റ്, ലയൺ ആണ് റെസ്റ്റോറന്റിന്റെ അടുത്തുള്ള മൃഗം. അപ്പോൾ നമുക്ക് ലയണിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അവിടെയൊക്കെ ലയൺ വരും, ഇവിടെ എല്ലാം ലയൺ വരും. രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ കറക്റ്റ് സ്പോട്ട് നോക്കിയിരിക്കണം. അപ്പൊ ഋഷിക്കുട്ടന്റെ ജിറാഫ് ഇവിടെ ലയണിനെ, അയ്യോ ലയൺ അവിടെ പോയോ? അപ്പുറത്ത് കിടപ്പുണ്ട് കേട്ടോ. ലയണിനെ നോക്കിയിരിക്കുന്ന ജിറാഫ്. ഗൈസ്, സിംഹം ഇരിക്കുന്നത് കണ്ടോ, ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നത് കണ്ടോ. എന്ത് വെച്ചു ഏതായത്? എന്റെ പൊന്നെ, പേടിയാണോ? കഴിക്കുന്നില്ലേ? ഇത് നോക്കി, രക്ഷയില്ല. അതെങ്ങനെ അവിടെ വന്നിരുന്ന് ചെയ്തത്? അത് അവൻ കറങ്ങാൻ പോയിട്ട് അവൻ ആ മതിലേ കയറി വന്ന് അവിടെ ഇരുന്നതാ. ആണോ? ഓ, വാട്ട് എ $1 million വ്യൂ മാൻ. എനിക്ക് അയ്യോ രക്ഷയില്ല, കിടിലം കിടക്കാച്ച വ്യൂ. ശരിക്കും ഉണ്ടല്ലോ, ഇവിടെ വന്നിരുന്നിട്ട് ഇവിടത്തെ ഈ ഒരു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും മനോഹരമായിട്ട് ലയണിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന്. അതും ഇന്ത്യൻ ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇന്ത്യൻ ഫുഡ് കണ്ടോ, ചോറ്, കറി. ചേത എല്ലാവരെയും വീട്ടുകാരെയും അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും അനിയനെയും ചേട്ടനെയും എല്ലാരെയും വിളിച്ച് കാണിച്ചോണ്ടിരിക്കുക, വീഡിയോ കോള് കാണിച്ചോണ്ടിരിക്കുക. ലയണിന് ഫുഡ് വേണോന്ന് കേട്ടോ. ചേത ഇച്ചിരി ഫുഡ് കൊടുക്കരുത് ലയണിനെ. വേണോ? നീ കഴിച്ച കുഴപ്പമില്ല. പുള്ളി ഇപ്പൊ ആലോചിക്കുന്നത് വല്ല കാട്ടിലും രാജാവായിട്ട് കിടക്കേണ്ട ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഈ കാലം മാടന്മാരുടെ കൂടെ ഇങ്ങനെ വസിക്കുവാണ്. പുലിയല്ല സിംഹം. അവനെ നോക്കി. കാണും പെണ്ണും ഉണ്ട്, കപ്പിൾസാ. അത് ലേഡിയാ, പെണ്ണാ, ഫീമെയിലാ, ഗേള്. ഇത് ബോയ്, അത് ഗേള്. ഇത് ബോയ്, അത് ഗേളുവാ. അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തോ ഒരു ഇന്ത്യൻ ഫുഡ് ഓർഡർ ചെയ്താണ്. ഓക്കെ ആണ്, അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാരണം ഇവിടെ ഇന്ത്യൻ ഫുഡ് ഉള്ള സ്ഥലമല്ലല്ലോ. എന്തോ മറ്റേ നടക്ക് വെച്ചേരാമേ. അവിടെ ആരുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ്.
ഹാപ്പി ബർത്ത്ഡേ. ആള് കുളിച്ചോണ്ടിരിക്കുക. മേല് മൊത്തം കഴുകി വൃത്തിയാക്കി നക്കി തുടച്ചോണ്ടിരിക്കുകയാണ്. നോക്കി, ഇവിടെ ഒരുത്തനുണ്ട് ഈ ബാറിന്റെ മുമ്പിൽ, ബാറിന്റെ പുറകില്ല, അവന്റെ ഇപ്പൊ അവിടെയാണ്. അവൻ ഫുൾ ടൈം ബാറും നോക്കിയാ നിൽക്കുന്നത്. ശ്വേതാ, നമ്മള് ലഞ്ച് വിത്ത് ജിറാഫ്, ഡിന്നർ വിത്ത് ലയൺ, ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ലയൺ. നമ്മളിപ്പോ കഴിച്ച ഡിന്നറിന്റെ റേറ്റ് 1800 രൂപ. ഈ പൈസക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ലയൺ വേറെ എവിടെ ചെയ്യാൻ പറ്റും? വേറെ എവിടെ ചെയ്യാൻ പറ്റും? ഋഷി, ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ഇപ്പൊ സ്കേഡ് അല്ലല്ലോ. ആർ യു സ്കേഡ്? അല്ല, അതൊന്നുമില്ല. ഇവിടെ വരുന്നതിന് മുമ്പ് വരെ ഭയങ്കര സ്കേഡായിരുന്നു. അതാണ്. ഫാമിലി മൊത്തം ഉണ്ട്. എടി, അവന് രണ്ട് പെണ്ണുങ്ങളുണ്ടേ അവിടെ. അവൻ ഒരുത്തനും അപ്പുറത്ത് 2 പെണ്ണുങ്ങളും. ഓ, അവന്റെ നിപ്പും നോട്ടം ഒക്കെ കണ്ടോ ഋഷി? നോക്ക്. ഹലോ ലയൺ, ഹലോ മിസ്റ്റർ ലയൺ, കമോൺ ഹിയർ. ഗൈസ്, നമ്മൾ കൈ കഴുകാൻ വേണ്ടി ബാത്റൂമിൽ വന്നു കഴിഞ്ഞാല് അവിടെ നിന്നും നമുക്ക് ഇവിടെ ലയൺസിനെ കാണാൻ പറ്റും. കണ്ടില്ല? നോക്കൂ, കണ്ടോ? 2 എണ്ണം ഉണ്ട്, ആണും പെണ്ണും ഉണ്ട്. 2 പേരും കൂടെ ഇവിടെ നിൽക്കുക. നോക്കി, ഇവനാണ് ഈ ബാറിൽ നോക്കി നിൽക്കുന്നവൻ. എന്താല്ലേ, വാട്ട് ആൻ എക്സ്പീരിയൻസ് അല്ലേ? ഇത് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, കമോൺ, ലെറ്റ്സ് ഗോ. ഓക്കെ, ജംപ് ചെയ്യോ? എന്നാ ജമ്പ് ചാട്, നോക്കട്ടെ. ഗുഡ് ബോയ്. ബൈ മിസ്റ്റർ ലയൺ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ലയൺ റെസ്റ്റോറന്റിൽ ലയന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കണ്ടോ ഗൈസ്, നോക്കൂ ഗൈസ്, അവിടെ ലയൺ ഇപ്പോഴും അവിടെ ബാറിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ലയൺ വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ലയൺ വരും. അങ്ങനെ നമുക്ക് ലയണിന്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതാണ് പരിപാടി. ഇവിടെയൊക്കെ ഇങ്ങനെ ലയൺ ഓടി നടപ്പുണ്ടാവും. ഇങ്ങോട്ട് നോക്കി. അടിപൊളി. ഇതേ ലയൺ വന്ന് എനിക്ക് വയ്യ. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ലയൺ ഗൈസ്. നോക്ക് ഗൈസ്, എന്റെ ദൈവമേ, പൊളിച്ച്. എന്താ വേണ്ട ഇനി? ഹലോ ഗൈസ്, വിളിക്ക് ലയണിനെ വിളിക്ക്. എന്റെ അമ്മ, ലയണ ഇവിടെ വേണം. സിംഹം രാവിലെ വന്ന് വെയിൽ കായാൻ വേണ്ടി കിടക്കുന്ന കണ്ടോ? അതാണ് പരിപാടി. ഞങ്ങളിവിടെ ഫ്രൈഡ് റൈസും നൂഡിൽസും കഴിക്കുന്നു. ഇത് ഭയങ്കര രസമുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ. അത് നമുക്കിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന് നമുക്ക് ലയണിനെ കാണാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി കൺസെപ്റ്റ് അല്ലേ അത്? മസായിമാരയിലും ആഫ്രിക്കയിലും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ ഇന്തോനേഷ്യയിലും ഇവർ ഈ ഒരു മൃഗശാലയ്ക്കുള്ളിൽ ഇവർ ചെയ്തു തരുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ ഉപ്പുമാവ് കിട്ടിയേ. ഉപ്പുമാവ് ഇരിക്കുന്നുണ്ടല്ലേ, ഇതെന്തോ ഇത് പശ ഇട്ടിരിക്കുന്ന പോലെ ഉണ്ട്. ഇത് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത പോലത്തെ സെയിം ടൈപ്പ് കറി, സെയിം കറി, ആ ഒരു സെയിം കറി ഉണ്ടാക്കി, കറിയുടെ ആ ഒരു മിക്സ് ഗ്രേവി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ. കടലക്കറിയും പരിപ്പറി, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല ഇന്ത്യനായിട്ട്. പക്ഷെ അത്രയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഒരു ഇന്ത്യൻ ഫ്ലേവർ എന്നുള്ളതാണ്. മണമുണ്ട്, നല്ല മണമുണ്ട്. ലയണും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കണ്ടോ, പുല്ലൊക്കെ തിന്നുന്നില്ല ലയൺ. നോക്കിയേ, എൻ്റെ അമ്മയെ ദേ നോക്ക്, ലയൺ കണ്ടോ അവിടെ വന്നിരുന്ന്. ഇത് കുറേ ഉണ്ട്. ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇവരിങ്ങനെ മാറി മാറി വരും, എന്നിട്ട് ഇങ്ങനെ ഇരിക്കും വന്നിട്ട് നോക്കിയിട്ട്. ഇപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടി ഇരിക്കുകയാണ്. കണ്ടല്ലേ, ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ ഇപ്പുറത്തുണ്ട്, ഒരാളിപ്പം എണീറ്റ് വേറെ അങ്ങോട്ടോ പോയി. ഇതൊരു ലിസാർഡാണേ, തഗു എന്നാണ് ഇവരിനെ പറയുന്നത്. അതിനെ നമുക്ക് തോടാം. അതിൻ്റെ മുഖത്തൊന്നും പോയി തോടരുത് കേട്ടോ. ഇറ്റ്സ് സ്ലീപ്പിംഗ്. അയ്യോ, എന്തോ അല്ലേ ഇത്? ഇത് നമ്മൾ മറ്റേ കൊമോഡോ കണ്ടില്ലേ, അതേപോലെയൊക്കെ ഉണ്ടല്ലേ മുഖമല്ലേ? ഓ, അത് ഉറങ്ങുക അവിടെ? കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്, അല്ല കണ്ണ് അടച്ചാ പിടിച്ചിരിക്കുന്നത്. ഐസ് ആർ നോട്ട് ഓപ്പൺ, ഐസ് ക്ലോസ്ഡ്. ഇറ്റ്സ് സ്ലീപ്പിംഗ്. ഉണ്ടോ, ഉറങ്ങുന്നുണ്ടോ? ഇതിവിടെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനെ തൊടാം കുട്ടികൾക്ക്. ഉമ്മ ഒന്നും കൊടുക്കരുത്. നോ നോ ഉമ്മ. യു ക്യാൻ ടച്ച് ലൈക്ക് ദിസ്. ആണോ? ഓ, നല്ല തണുപ്പുണ്ടല്ലേ? ഉണ്ടല്ലേ? ആണോ? പെൻഡാമേനയിലെ പാമ്പിന് തണുപ്പുണ്ടോ? അതിന്റെ വാല് കണ്ടോ? നോക്കി, ഇവിടെ രാവിലെ ജിറാഫ് വന്നേ. അപ്പോൾ ഒരു ജിറാഫ് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഒരു ജിറാഫിനെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ജിറാഫ് ഫീഡിങ് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. പക്ഷേ ഇപ്പോൾ ഇത് ജിറാഫ് ഫീഡിങ് അല്ല. ഇപ്പോൾ ഇവിടെ ജിറാഫിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പരിപാടിയാണ്. കണ്ടോ, നോക്കി,
അത് നേരത്തെ പ്രീ ബുക്ക് ചെയ്യണം. പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജിറാഫിൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമുക്ക് ജിറാഫിനെ ഫീഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പാണ് അവർ റെഡിയാക്കി തരുന്നത്. കണ്ടില്ല നോക്കി, കണ്ട, ജിറാഫിൻ്റെ കൂടെ ഇരുന്ന് നമുക്കും ജിറാഫിനും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിന് എത്ര മില്യൺ അടി അവർ വാങ്ങിക്കുന്നത് ചോദിച്ചായിരുന്നോ? എത്രയും മില്യൺ ആയിരിക്കും അത് ഈ പറഞ്ഞ പോലെ. അത് ലിമിറ്റഡ് സ്ലോട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് കാശ് കൊടുത്തിട്ട് എന്തോ പരിപാടി ഇത് ബേസിക്കലി ഇതൊക്കെ തന്നെയാണല്ലോ, കച്ചവടമാണല്ലോ. ആ ജിറാഫിന് മമ്മം കിട്ടുന്ന കണ്ടിട്ട് അടുത്ത ജിറാഫും വരുന്നുണ്ട്. ഇനി നമ്മൾ എലിഫൻറ്റിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ വറുംഗജ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ഇതിനകത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റും കാശുണ്ടാക്കാനുള്ള എല്ലാ പരിപാടികളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. രാവിലെ ആനനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ശ്വേത? എവിടെ എവിടെ? തുമ്പിക്കൈ കണ്ടില്ലേ? ആ, അതിനകത്ത് മൊത്തം ആനയാ കേട്ടോ. ഇവിടെ എലിഫന്റ് സഫാരി ഉണ്ടെന്ന് തോന്നുന്നു. ഇതേടാ ആനപ്പാപ്പാൻ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ആനപ്പാപ്പാത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശരിക്കും ആനപ്പാപ്പാന്റെ സ്ത്രീലിംഗം വേർഡ് എന്തോ ശ്വേത? ആ, അതെ, ആന രാവിലെ മമ്മം കഴിക്കാൻ വരിക കണ്ടോ? അടിപൊളി. ഹായ്, ഗുഡ് മോർണിംഗ് ആന. ആ, കണ്ടോ, നോക്ക്, ചില വാക്കുകൾക്ക് പുല്ലിംഗവും ഇല്ല. അതായത് ആണുങ്ങളുടെ വേർഷൻ ഇല്ല. ഇപ്പൊ ഗർഭിണി എന്നുള്ളതിന് പുല്ലിംഗം ഉണ്ടോ? ഐ മീൻ ഗർഭണൻ എന്ന് പറയില്ലല്ലോ. അപ്പൊ ആനപ്പാപ്പാന്ന് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ളൂ. ആനപ്പാപ്പിന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മളൊരു ആനപ്പാപ്പിനെ കണ്ടിരിക്കുകയാണ്. നോക്കി, ദാറ്റ് ഈസ് റെഡി ടു ഹാവ് ഫുഡ്. ഇതൊക്കെ മറ്റേ സുമാത്രൻ ആനയല്ലേ? വേടാ, ഒരു ആനപ്പാപ്പാനും വരുന്നതാ. നീ നോക്കി, കണ്ടോ? ആ, അവര് ഫ്രണ്ട്സാ. അവര് രണ്ടുപേരും ഫ്രണ്ട്സാണ്. അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി വരിക. രാവിലെ ഇപ്പൊ ഫീഡിങ് തുടങ്ങുന്ന സമയമാണേ. അപ്പോൾ ഫീഡിങ്ങിന് വേണ്ടി ദേ ഹായ് ഷെയ്ക്കാൻ്റെ കൊടുത്തു. കണ്ടോ, അവര് വന്നുടനെ ഷെയ്ക്കാൻ്റെ കൊടുത്തു. ഹലോ എലിഫന്റ്, ഹൗ ആർ യു? ഹലോ മിസ്റ്റർ എലിഫന്റ്. മിസ് സുന്ദരി. ഇത് അവൾ ഇറങ്ങാൻ നോക്കണേ. ഓ വാവ്, അത് കൊള്ളാല്ലേ? അടിപൊളി. ആ, പിന്നെ അല്ല, എന്റെ ദൈവമേ, ആന പൊട്ടി ചെയ്യുന്നല്ലേ? ആന മൂത്രം ഒഴിക്കുന്നു. അവിടെ വന്ന് നിന്നത് മൂത്രം ഒഴിച്ചു. ഷെയ്ക്കാൻ കൊടുക്കുന്നുണ്ടോ രണ്ടുപേരും കൂടെ? എന്താ? എറിയരുത്, കൈ കൊടുക്കണം കേട്ടോ. തുമ്പിക്കൈ എടുത്തിട്ട് കൈ കൊടുക്കണം, എറിയരുതേ. ആഹാ, ഋഷി ദേ കൊടുത്തടാ. ഋഷി കൊടുത്ത്. ആ, തൊട്ട് നോക്കിയോ. തൊട്. നീ ആ സാധനം എടുത്ത് കൈ കൊടുക്ക്. ഇത് എന്റെ ക്യാമറയാ. ദിസ് ഈസ് നോട്ട് ഫുഡ്, ദിസ് ഈസ് ക്യാമറ. ഓ, ഋഷി തൊട്ടു. അയ്യോ. ആ, here we go. കിട്ടിയല്ലേ? ബൈ ബൈ. ഇവിടെ ആനയുടെ ഒരു സ്കെൽട്ടൺ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആ ഒരു ഇത് അതിന്റെ വലിപ്പമൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഓരോ സാധനങ്ങൾ. ഇത് സുമാത്രൻ എലിഫന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൊമ്പ് കണ്ടില്ലേ, ഭയങ്കര തിന്നാണ്. കണ്ടില്ലേ, ഒറിജിനൽ കൊമ്പാണ് ഇരിക്കുന്നത്. ആ ഒരു കൊമ്പ് അതിൽ ഇങ്ങനെ ആ ഒരു തലയുടെ ആ ഒരു തലയോട്ടിയുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന സംഭവം കണ്ടോ. ഈ കൊമ്പാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് അല്ലേ? ഇതിന്റെ ഇവിടെ നിന്ന് എന്തൊക്കെ പരിപാടികളാണ്. ശരിക്കും ഭയങ്കര എന്റർടൈനിങ് ആണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. കുട്ടികൾക്ക് നമുക്ക് പല സാധനങ്ങളും കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി ശരിക്കും പറയാൻ ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ഇന്ത്യയിൽ രന്തംബോർന്ന് കൊണ്ടുവന്ന വൈറ്റ് ടൈഗറാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ഇന്ത്യൻ തീമിൽ, ആ ഒരു രാജസ്ഥാൻ തീമിൽ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഏരിയ. അതിനകത്ത് കൂടെ പറന്ന് നടക്കുന്ന വൈറ്റ് ടൈഗർ. അവൻ പറന്ന് തന്നെയല്ലേ നടക്കുന്നത്? പറന്ന് തന്നെയാണ് അവൻ നടക്കുന്നത്. പറന്ന് പാറി നടക്കുന്ന വൈറ്റ് ടൈഗർ. ഗൈസ് നോക്കൂ, ഇത് കണ്ടില്ലേ? ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അവര് ഒരു ഇന്ത്യൻ തീമിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടാ? ഓ, ഇതേ ടൈഗേഴ്സ് ഓഫ് രന്തംബോർ. അടിപൊളി, നൈസ്. നമ്മൾ ഓൾ ഇന്ത്യ INB ട്രിപ്പ് ചെയ്തപ്പോ റിമെമ്പർ രാജസ്ഥാൻ പോയപ്പോ രന്തംബോർ പോവാൻ പറഞ്ഞതാണ്. ടൈഗേഴ്സ് നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ അവിടെയാണോ റെയിൽവേ സ്റ്റേഷനിൽ പോയത്? അല്ല, അത് ഗിറിൽ. അത് രണ്ടും നമുക്ക് പോകാൻ പറ്റിയില്ല. നമുക്ക് ഒരു ട്രിപ്പും കൂടെ അടിക്കണം, എന്നാലും ഇനി പകുതി ഇന്ത്യ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഇതുവരെ പകുതി ഇന്ത്യ കണ്ടിട്ടുള്ളൂ, ഇനിയും കാണണം പകുതി ഇന്ത്യ. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ പോകാനുണ്ട്. നമ്മൾ അതേപോലെ ഖജുറാവോ പോയിട്ടില്ല. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇനിയും പോകാനുണ്ട്. രന്തംബോർ നാഷണൽ പാർക്കിലേക്കാണ് നമ്മളിവിടെ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ നോക്കട്ടെ, ഈ 2026 നമുക്ക് ഒരു INB ട്രിപ്പും കൂടെ നമുക്ക് ചെയ്യണം. INB ട്രിപ്പ് ചെയ്തില്ലെങ്കിലും നമുക്കൊരു ഇന്ത്യ ട്രിപ്പെങ്കിലും നമ്മൾ ചെയ്യും. അത് നമ്മൾ പ്ലാനിങ് ആണ്. ദേ ഇപ്പുറത്തെ ഇവിടെ നിയർ ബൈ ദേ ഇത് കണ്ട. ഇത്ര അടുത്ത ശ്വേത നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്.
ഓ അതിന്റെ കയ്യിൽ എന്തോ സ്ക്രാച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കി, ഒരാൾ ഇവിടെ കിടപ്പുണ്ട്, ഒരാൾ അവിടെ അകത്ത് കിടപ്പുണ്ട്. ഋഷിനെ നോക്കുന്നടി, അവിടെ ജനലും ചില്ലും ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഏടാ ഋഷി പോകുന്നു. സോ ബിഗ്. എന്റെ അമ്മോ, ഇത് വൈറ്റ്. ഇവിടെ ഹോട്ടലിൽ താമസിക്കുന്നതുകൊണ്ട് രാവിലെ ഇറങ്ങി വന്നതുകൊണ്ട് ഒരു മനുഷ്യന്റെ ശല്യം ഇല്ലാതെ കാണാൻ പറ്റുന്ന കണ്ടോ. അതാണ് അതിന്റെ ഒരു ഗുണം. അതിവിടെ താമസിച്ചോണ്ടല്ലേ നമുക്ക് കിട്ടിയത്. ഡോ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നു. ഇവിടെ വേടാ, ഇവിടെ വേടാ. ഹലോ. നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി നേരെ ഇറങ്ങി വന്ന് ഇവിടെ കാണാം. ഇവിടെ ടൈഗറിന് വെള്ളത്തിൽ ചാടാൻ വേണ്ടി സ്വിമ്മിംഗ് പൂൾ വരെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ നോക്കി, ദേടാ ഇപ്പുറത്ത് വെള്ളത്തിൽ ചാടാൻ പോകുന്നടാ. കണ്ടോ നോക്കി, ഇവിടെ ഉണ്ട്. ഇത് നോക്ക്. ഓ രാവിലെ മോർണിംഗ് വാക്കാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണോ. എന്ത് രസമല്ലേ കാണാനായിട്ട്. ദേടാ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നു. വെള്ളത്തിൽ കാല് കഴുകുന്നു. ഇറങ്ങുന്നു. ഇറങ്ങ്. അത് തൊട്ട് നോക്കി തപ്പി നോക്കിയൊക്കെ ഇറങ്ങുന്നത് കണ്ടോ നോക്കി. ഓ ശ്വേത, വി ആർ സോ ലക്കി, വി ഗോട്ട് ദിസ് വ്യൂ. എത്ര അടുത്ത് നിന്നാ ശ്വേത നമ്മൾ കാണുന്നത്. ഗൈസ് നോക്ക്, ഞങ്ങൾ ഇത്ര അടുത്ത് നിന്നാ ഗൈസ് ഇതിനെ കാണുന്നത് കണ്ടോ. അവിടെ വെള്ളം കുടിക്കാൻ ഇറങ്ങി നിൽക്കുവോ. രാവിലെ മോർണിംഗ് ഷവറാണ് കണ്ടോ, കുളിക്കുവാണ് കണ്ടോ. ടൈഗർ അടി കൂടെ കാണാം നോക്കി, കാല് കണ്ടോ. വാവ്, ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് നോക്കിയ ടൈഗർ നാവ് കൊണ്ട് ഇങ്ങനെ ചപ്പി കുടിക്കുന്നത് കണ്ടോ. ആ ടൈഗറും പൂച്ചയൊക്കെ ഏകദേശം ഒരേ കടത്തി പെടുന്ന സാധനമാണ്. ഋഷി പറയുന്നുണ്ടോ ടൈഗറിനെ കണ്ടിട്ട് പൂച്ച പോലെ ഉണ്ടെന്ന്. പൂച്ചയാണ് ബേസിക്കലി ഇത്, പക്ഷെ പൂച്ച പോലെ അല്ലെന്നേ ഉള്ളൂ. ടൈഗറെ ഇങ്ങോട്ട് വേടാ, ഇവിടെ വേടാ. അത് നല്ല വെള്ളമാണ് അതിന്റെ. നമ്മൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയായി. നിങ്ങൾ അവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തേരാ. ചെല്ല പോയി നിൽക്കി. ഋഷിയും കയറിയിരുന്നോ. എന്നിട്ട് എങ്ങോട്ടാ ഓടിച്ചോണ്ട് പോകുന്നത്? ടൈഗറിന്റെ അടുത്തേക്കാണോ? പിന്നെ ഇത് നമ്മുടെ പഴയ ജിപ്സി. അതേ പോകുന്നു ടൈഗർ. ഋഷിയുടെ വണ്ടിയുടെ മുമ്പിൽ ടൈഗർ കണ്ടോ. ആ എന്തോ വയ്യാൻ തോന്നില്ല, വിശക്കുന്നുണ്ടാവും. വരുന്നു. നീ പേടിച്ചോ? നീ നിൽക്കുന്നു. കണ്ടോ. റെസ്റ്റ്ലെസ് അല്ല ശ്വേത, വിശന്നിട്ടായിരിക്കും പാവം. ഇങ്ങനെ ഈ ചില്ലിന്റെ അടുത്ത് നോക്കുമ്പോ ഇവിടെ കുറെ ഇറച്ചി നിപ്പുണ്ട്. എന്നാ പിന്നെ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കി വന്നതാ. നോക്കിയപ്പോ കൊണ്ട് ചെറിയൊരു സാധനം ഇവിടെ നിൽക്കുന്നത്. ഇത് എന്തൊക്കെ പറഞ്ഞാലും ചില്ലിക്കൂട്ടിലാണെങ്കിലും കാണുമ്പോ ഒരു പേടിയാ. അവൻ മതിയായിരുന്നു തോന്നുന്നു, അവൻ അങ്ങോട്ട് പോയി. ഞങ്ങൾ ഇത്ര നേരം ഇവിടെ ടൈഗറിനെ മണപ്പിച്ചോണ്ട് നിൽക്കുമായിരുന്നു. പോയി. ഹലോ, ഹായ് എലിഫന്റ്, ഹൗ ആർ യു? എടാ തുമ്പിക്കൈയും കൊണ്ട് വരുന്നടാ നിന്റെ അടുത്തോട്ട്. ഫുഡ് വല്ലതും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വരുന്ന. ആ കണ്ണ് കണ്ടോ, ഋഷിനെ നോക്കുന്നേ കണ്ടോ. ഋഷിനെ നോക്ക കണ്ടില്ലേ നോക്കി. അപ്പാടെ ക്യാമറ എടുത്തോണ്ട് പോവും മിക്കവാറും. നോക്കി. മുങ്ങുമല്ലോ. അത് ചിലപ്പോ അതിന് ദേഷ്യം വന്നാൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ദേഹത്തോട്ട് തെറിപ്പിക്കും കേട്ടോ. തുമ്പിക്കയിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ദേഹത്തോട്ട് ഷൂ എന്നും പറഞ്ഞ് തെറിപ്പിക്കും. രണ്ട് ഹിപ്പോ തമ്മിൽ ഉമ്മ വെക്കുവാണോ ഫൈറ്റ് ചെയ്യുവാണോ? ഉമ്മ വെക്കുവാണോ? എന്ത് വലിയ വായ നോക്കിയാ, രണ്ട് വലിയ പല്ല് പോലത്തെ സാധനം. ദാറ്റ്സ് റിയലി നൈസ്. അവിടെ ചെല്ലേ എന്നും അത് വലിയ പല്ലല്ലേ, കൊമ്പ് പോലത്തെ പല്ല്. അവര് ഫൈറ്റ് ചെയ്യുവാ. അടുത്ത് കാണാം സീബ്രനെ കണ്ടോ. സീബ്ര ഉണ്ട്, ജിറാഫ് ഉണ്ട്. ഞങ്ങള് വീണ്ടും ഒരു സഫാരിക്ക് കയറിയത്. ഞങ്ങൾക്ക് 2 സഫാരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ സഫാരിയിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ആനിമൽസിനെ അടുത്ത് കാണാൻ പറ്റി. ഇത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുന്ന ഒരു സാധനമാണ് റൈനോ. സെക്കൻഡ് ലാർജസ്റ്റ് ലാൻഡ് ആനിമൽ ആണ് റൈനോ എന്ന് പറയുന്നത്. നമ്മുടെ ആന കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലാൻഡ് ആനിമൽ അതാണ് റൈന. ദേ പോകുന്നു ലയൺ, ദേ വന്ന് നിൽക്കുന്നു ലയണസ്. ശരിയാണ്, അവളെ നിന്നെയാ നോക്കുന്നത് ഋഷി. ഇപ്പൊ ലയൺ വന്നു. ഇത്ര അടുത്ത് നമുക്ക് കാണാം ഇതിനെ കണ്ടോ. എന്റെ ദൈവം അവിടെ ഇരിക്കുന്ന കണ്ടോ. അവിടെ ഇരിക്കാൻ പോണേ.
ഓ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കോ പുള്ളി. മൂത്രം ഒഴിക്കുവാണോ? ആളെ മൂത്രം ഒഴിക്കുന്ന ലയൺ. ലയൺ മൂത്രം ഒഴിച്ച്. ലയൺ പ്രൈഡ് വാക്ക്. ഞങ്ങളിപ്പോ ആക്ച്വലി ഇവരുടെ സൂവിലേക്ക് പോവാണ്. നമ്മളിവിടെ ദ വേൾഡ് ഓഫ് ടൈഗർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ നൗ? ടൈഗർ ഷോ. ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് ടൈഗർ ഷോ കാണാനായിട്ട് പോവാം. വി വിൽ സിറ്റ് സംവെയർ. കം ഓൺ. നമ്മളിവിടെ ഒരു ടൈഗർ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറേ ആൾക്കാർ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയുണ്ട്. നമ്മളിവിടെ താമസിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ യാതൊരുവിധ പരിപാടികളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. അതൊരു സത്യം. ആകെ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാം എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഇത്രയും പൈസ വാങ്ങിക്കുമ്പോൾ അവർ അങ്ങനെയൊക്കെ തരേണ്ടതാണ്. അങ്ങനത്തെ ഒരു ടൈഗർ. ഒരെണ്ണോ വാങ്ങിച്ചോ? എന്റെ ദൈവമേ, സിപ്പപ്പിനോ? നമ്മൾ പണ്ട് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ടിരുന്ന സിപ്പപ്പാ 30,000 ഒന്ന്. എനിക്കും അത് മതി കേട്ടോ. 2 എണ്ണം വാങ്ങിച്ചാൽ മതി. ശരിയാ, നല്ലാണോ? കഴിച്ചോക്കട്ടെ. തപ്പി നോക്ക്. വേണോ? നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് വാങ്ങിച്ചു. പാൽ സിപ്പപ്പ് 2 രൂപ, സാധാ സിപ്പപ്പ് 1 രൂപയായിരുന്നു ഞാൻ പണ്ട് വാങ്ങിച്ചോണ്ടിരുന്നത്. ആ, 5 രൂപ. 5 രൂപ അല്ല 10 രൂപ. 160 രൂപ കേസ്. ഇത് 160 രൂപ. ടൈഗർ ഇപ്പൊ വരും. അത് ചപ്പി തിന്നണം, ചപ്പി കുടിക്കണം. ഈ കൊച്ചിനൊക്കെ സിപ്പപ്പ് എന്താണെന്ന് അറിയുമോ അല്ലേ? അതൊക്കെ നമ്മുടെ കാലഘട്ടമായിരുന്നു. ഇവര് പറയുന്നത് ദുർഗാദേവി കടുവയുടെ മുകളിലിരുന്ന് വരുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാ രാജ്യത്തും ആൾക്കാരും ഉണ്ട്. ഇവര് ഈ സൂ വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരല്ല മെജോറിറ്റി ആൾക്കാരും. എടാ ടൈഗർ വരുന്നത് എന്താ? Hunting is the key to the tiger's survival. Tigers are a fast runner. They achieve short periods of 6 spring from cover, killing the prey with a bite to the neck. ഇംഗ്ലീഷിലാണ് എല്ലാം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ശരിക്കും ടൈഗറിന്റെ ഒരു എഡ്യൂക്കേഷണൽ ഷോ പോലെയാണ് ഇവർ ചെയ്യുന്നത്. ടൈഗറിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അങ്ങനെ ഓരോ സംഭവം. ഇപ്പൊ 2 പേര് വന്ന് അതിനെ നടുക്കോട്ട് കൊണ്ടുപോവാ. ഫുഡ് എറിഞ്ഞ് കൊടുത്ത് അതിന്റെ ഒരു അവസ്ഥ നമ്മൾ പൂച്ചക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുന്ന പോലെ ഫുഡ് ഇട്ട് കൊടുത്ത് അതിനെ നടത്തുന്നത്. പാവം ടൈഗർ എങ്ങനെ ജീവിക്കേണ്ട മനസ്സിലായിരുന്നു. പൂച്ചയ്ക്ക് പട്ടിക്ക് ഫുഡ് എറിഞ്ഞ് കൊടുക്കുന്ന പോലെ ഫുഡ് എറിഞ്ഞ് കൊടുത്ത് കളിപ്പിക്കുക. Dengan berat mencapai 300 kg. Well, everyone, do you know that the tigers can climb trees? ഒരു ടൈഗറിന് എത്ര മരത്തിലേക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് കയറാൻ പറ്റുന്നുള്ള ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക ഇവിടെ നോക്കി കേട്ടോ. ആ ടൈഗർ മരത്തിന്റെ മേളിൽ കയറിയാണ്ടോ? ആ ബ്ലൂന്നും പറഞ്ഞോണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തോ കഴിക്കുവോ നോക്കി ഇറങ്ങുന്നുണ്ടോ അത് മരത്തിന്റെ മേളിൽ നിന്ന്. However, it is difficult for the tiger to climb back down the tree. അവിടെ കേറാൻ ഭയങ്കര എളുപ്പമായിരുന്നു. The 9 subspecies tiger, Siberian tigers is the largest, and they only can be found in Asia. ടൈഗറിനെ അടിച്ചല്ലേ? അയ്യോ വെള്ളത്തിലാണ്. Tigers' habitat is generally in lush tropical jungle, സ്വിം ചെയ്യുന്നുണ്ടോ? but they have also adapted to a variety. പെൻഗിൻ സ്വിം ചെയ്യുന്ന പോലെ ടൈഗർ സ്വിം ചെയ്യുന്നുണ്ടോ നോക്കിയേ. Harimau namun mampu beradaptasi dengan air. അടിപൊളി. നോക്കടി അത് സ്വിം ചെയ്യുന്നുണ്ടോ? എങ്ങനെയാന്ന് കണ്ടോ? ടൈഗർ സ്വിം ചെയ്തോ? ഋഷി സ്വിമ്മിങ് പഠിക്കണം കേട്ടോ. ആ അപ്പൊ ടൈഗർ സ്വിം ചെയ്യുന്ന പോലെ സ്വിം ചെയ്യണം. ശരിക്കും ടൈഗർ മരത്തെ കയറുന്നത്, ടൈഗർ സ്വിം ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേറെ എങ്ങനെ കാണാൻ പറ്റും? ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഞങ്ങളിപ്പോൾ ഇവന് കൊടുക്കുന്നത്. അതായത് ഇവന്റെ ക്ലാസ് മിസ് ചെയ്ത് കളഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ഈ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഇവരെ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന പല സംഭവങ്ങളുമാണ്. അതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് യാത്രകളിൽ നിന്നും കിട്ടുന്ന സംഭവങ്ങൾ. Disinilah penduduk desa dan harimau berlomba. അതെങ്ങനെ ടൈഗർ അതിനകത്ത് കയറിപ്പോയല്ലേ? ടൈഗർ ഹണ്ടിങ്ങിനെ പറ്റി പറയുക ഓരോ കാര്യങ്ങൾ. ടൈഗറിനെ ഹണ്ട് ചെയ്യുന്നത് ഇപ്പോഴും ഭയങ്കര പോപ്പുലറാണ്. പല ആവശ്യങ്ങൾക്ക് ടൈഗറിനെ ഹണ്ട് ചെയ്യുന്നുണ്ട്. ഞാനത് അന്ന് ഇവിടെ നമ്മൾ തായ്ലൻഡിൽ പോയപ്പോഴും അവരെങ്ങനെ ഒരു കഥ കഴിഞ്ഞ് ആ ട്രെയിൻ
ലേഡി അത് കൊണ്ടുവന്ന കേട്ടോ, അത് ഒറിജിനൽ അല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റാ. ഒരു ഹണ്ട് ചെയ്തല്ല, ഒറിജിനൽ ടൈഗർ അതിനകത്തുണ്ട് കേട്ടോ. ഇത് ഡ്യൂപ്ലിക്കേറ്റാ, അത് ടൈഗർ അല്ല, അത് പ്ലാസ്റ്റിക്കാ. അപ്പൊ ടൈഗറിനെ രക്ഷിക്കാനായിട്ട് ദുർഗാദേവി അവിടെ മുകളിൽ വന്നു. അതാണ് കഥ. ഇതൊരു കഥയിൽ പറയുവാണ്, കണ്ടില്ലേ? അപ്പോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ, ആ ഒരു ടൈഗറിനെ ഹണ്ട് ചെയ്യാൻ വന്ന ആൾക്കാരെ ദുർഗാദേവി കൊല്ലുന്നു, അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോ ദേ വരുന്നു ടൈഗർ. കണ്ടോ ടൈഗർ, കണ്ടോ ടൈഗർ? എന്താ അതെ? നമ്മൾ അന്ന് തായ്ലാൻഡ് പോയപ്പോ സഫാരി വേൾഡിൽ കണ്ടു, അതേപോലെ തന്നെ ഇപ്പൊ കണ്ടില്ലേ ഇവര് ഭയങ്കര ക്രിയേറ്റീവ് ആണ്. അത് നമ്മളെ, അതായത് നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈഗർ എന്ന് വെച്ചാൽ വെറുതെ അല്ലല്ലോ, ചിമ്പാൻസിനെ പോലെ അല്ലല്ലോ അത്. അപ്പൊ അതിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ബിഗ് തിങ്. അത് ചെയ്തത് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് കഷ്ടപ്പെട്ടടി പുല്ലൊക്കെ തിന്നുന്നടി ടൈഗർ. പട്ടിണിയാണെന്ന് തോന്നുന്നു, പുല്ല് തിന്നുന്ന ടൈഗർ. പട്ടിണിയല്ലേ? ടൈഗർ ഷോ കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോ എലിഫന്റ് കുളിക്കുന്ന കാണാൻ പോവാം. എലിഫന്റ് ബാത്തിങ് കാണാം. 2 മണി മുതൽ 3 മണി വരെ ഓരോന്നിനും ഓരോ കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂളുണ്ട്. ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ നോക്കി പോയാലേ കാണാൻ പറ്റുള്ളൂ. വളരെ ഒരു ഫോറസ്റ്റ് ഫീൽ തരുന്ന ഒരു സെറ്റപ്പ്, അവിടെ നല്ല അടിപൊളിയായിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഓരോ സ്ഥലത്തും മാപ്പുണ്ട്. ഈ മാപ്പൊക്കെ നോക്കി, ഓ വാവ്, ദേ ആന. ഇത് വലിയ ആനയായത്, എൻ്റെ ദൈവമേ. തൊട്ടോ തൊട്ടോ തൊട്ടോ, പോയി തൊട്ടോ, ആനയുടെ എവിടെ വേണേ തൊട്ടോ പോയിട്ട്. എൻ്റെ ദൈവമേ, ഇത് കണ്ടോ, ദിസ് ഈസ് റിയലി ബിഗ്. നമ്മുടെ സലീഷേട്ടൻ്റെ റിസോർട്ടിലുള്ള ആനയുടെ ഡബിൾ വലിപ്പമുണ്ട് ഇല്ലേ? ഇതിൻ്റെ അകത്ത് തന്നെ ഗംഭീര പരിപാടികളാണ്. നോക്കിയേ, കംപ്ലീറ്റ് ഒരു ബാലി സ്റ്റൈലിൽ പരിപാടി ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് എലിഫന്റ് ബാത്തിങ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. 2 മണി മുതൽ 3 മണി വരെയാണ് അതിൻ്റെ പരിപാടി. എലിഫന്റ് ഫീഡിംഗ് ഉണ്ട്, എലിഫൻസിന് ഫീഡ് കൊടുക്കാം. അതിന് 70,000 റുപ്യ കൊടുക്കണം. കാശാക്കാനുള്ള ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. വാങ്ങിക്കാം, ബാ നോക്കട്ടെ, ബാ ആദ്യം കാണാം, ബാ. എൻ്റെ അമ്മോ, ഇതാണോ എലിഫന്റ് ബാത്തിങ്? ഇത് കുളിച്ചിട്ടില്ലല്ലോ, ദേഹത്ത് വെള്ളമൊന്നും ഇല്ലല്ലോ. ഒരു കുളം സെറ്റപ്പ്, ആ കുളം സെറ്റപ്പിൽ അതിനകത്തൂടെ എലിഫന്റിനെ വെള്ളത്തിൽ മുക്കിയിടാൻ വേണ്ടി വന്നിട്ടുണ്ട്. എലിഫന്റിനെ ഫീഡ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, നമുക്ക് ഫീഡ് ചെയ്യാം. കണ്ടില്ലേ, കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ ഫീഡിങ്ങും പരിപാടികളൊക്കെ. എലിഫന്റിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. നമ്മളെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നതിന് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. അവരുടെ ക്യാമറയിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് ഇറങ്ങി മാത്രം വേറെ പൈസ കൊടുത്താൽ മതി. പിടിയാനാ ആ ചേട്ടൻ, അല്ല ആ മോൻ അവിടെ നിന്ന് മാറിയിട്ട് ഋഷി പോയിക്കോ കേട്ടോ. നിൽക്കുന്നത് കണ്ടോ അത് അവിടെ നോക്കി. കടിക്കത്തൊന്നുമില്ല, ഋഷി അതിന്റെ അടുത്ത് പോയി നിൽക്കി, ഫോട്ടോ എടുക്കാം. ചെല്ലേ, പോയി നിൽക്കേ, ചെല്ലേ. ആ ചേട്ടൻ നിന്നതല്ലേ, ഇവിടെ നിൽക്കി, ഫോട്ടോ എടുത്ത് തരാം. ഇവിടെ നിൽക്കി, അത് തൊടട്ടെ, ഇവിടെ നിൽക്കി, ഇവിടെ നിക്കടാ. ഇങ്ങോട്ട് നീങ്ങടാ, ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. ബാ പോയി ടച്ച് ചെയ്യ ഋഷി, ചെല്ലേ, ടച്ച്. എല്ലാവർക്കും പേടിയാ, ആർക്കും പേടിയാണോ? ഇതിന് ഒരു ആനേനെ തൊടാൻ ഇത്ര പേടിയാണോ? തൊട്ടോ നീ, കുഴപ്പമില്ല, തൊടേ. ഇവര് വലിയ പുള്ളികളാണേ. ഇവര് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ മാത്രമേ അവർ മൈൻഡ് ചെയ്യുള്ളൂ. ഭക്ഷണം പോകുന്ന ആൾക്കാരെ അവർ തൊടിയിക്കും, അവർ മൈൻഡ് ചെയ്യിപ്പിക്കും, ബാക്കിയെല്ലാം ചെയ്യും. ഭക്ഷണം വാങ്ങിക്കാത്ത ആൾക്കാരെ അവർ മൈൻഡ് ചെയ്യത്തില്ല. എവിടെ പോയാലും 1 ലക്ഷം കൊടുത്ത് ഫുഡും വാങ്ങിച്ച് ചെല്ലണം, എന്നാലേ കാര്യമായിട്ടുള്ള പരിഗണന കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. എല്ലാം ബിസിനസ്. സുമാത്രൻ എലിഫന്റ് ആണ് ഇതെന്നാണ് അവർ പറയുന്നത്. സുമാത്രൻ എലിഫന്റ് എന്ന് പറയുന്നത്, സുമാത്ര എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ സ്ഥലമാണല്ലോ. ഞങ്ങളിവിടെ ലയൺ റെസ്റ്റോറൻറ്റിൽ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ലയൺസിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നേരത്തെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അവർ ആ സീറ്റൊക്കെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും ആരെയും ഇരുത്തുന്നില്ല. നമുക്ക് ഇപ്പുറത്താണ് സീറ്റ് കിട്ടിയത്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റിയും ഇവിടെ എവിടെയും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. ഡൈനിങ്ങിൻ്റെ സ്ഥലത്തും ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വേണമെങ്കിൽ നേരത്തെ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടും. പിന്നെ എന്താ പറയുക, നേരെ മറിച്ച് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാർക്ക്, ഡേ പാക്കേജ് എടുത്ത് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ്. നേരെ മറിച്ച് അവരെക്കാട്ടിൽ ഏതാണ്ട് 5-6 ഇരട്ടി പൈസ കൊടുത്തിട്ട് നമ്മളിവിടെ താമസിക്കുന്നത്, എന്നിട്ട് നമുക്കൊരു പ്രയോറിറ്റി ഇല്ല ഇവിടെ. ഞാനൊരു ഗ്രിൽ ചിക്കൻ ഫില്ല് ഓർഡർ ചെയ്തു. ഋഷിക്ക് ശ്വേത മറ്റേ ഇന്ത്യൻ ഫുഡ് ഓർഡർ ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളെ ചിക്കൻ വേണമെന്ന് പറയുന്നുണ്ട്.
ഞങ്ങളങ്ങനെ ലയണിൻ്റെ കൂടെ ഇരുന്ന് ലയണിനെ കണ്ടുകൊണ്ട് ഫുഡെല്ലാം കഴിച്ചു. ബില്ല് കണ്ടില്ലേ കഴിച്ചു നോക്കൂ, 6,76,500 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 4,000 രൂപ വരും. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന്, ചൂടുവെള്ളത്തിന് ഇവര് നമ്മുടെ 100 രൂപ വാങ്ങിച്ചു. അതായത് 20,000 രൂപ 100 രൂപ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന്. ശരി, ഇത് ഇന്നലെ ഉണ്ടായിരുന്ന സെയിം സാധനമാണോ? ആണല്ലേ? ശരി, നീ അവനെ എടുത്തിട്ട് തൊടിക്ക്. ടച്ച് സ്ലോലി, ഓക്കെ, സ്ലോലി, ഓക്കെ, സ്ലോലി. സോഫ്റ്റ് അല്ല? ഓക്കെ ഓക്കെ ഓക്കെ. ഋഷി അങ്ങനെ പാറ്റിനെ കൈ പിടിച്ച് ഫോട്ടോ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം വന്നപ്പോഴത്തേക്കും ഇന്ന് ഇവിടെ 3 സിംഹങ്ങളുണ്ട്. നോക്കിയേ. യെസ്, അപ്പോൾ ഇന്ന് നമ്മളുടെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മളിവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഇന്ന് വേറെ പരിപാടികളും കൂടെ ഉണ്ട്. അപ്പോൾ 3 സിംഹങ്ങളുമായിട്ട് ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നമുക്കൊരു പാമ്പുണ്ടേ. ആ പാമ്പിനെ നമുക്ക് തൊടാം. റെസ്റ്റോറൻറ്റിലാണേ. നമുക്ക് ഓ, ഇതെന്തത്? അയ്യോ, തൊടുവാണോ? ശേ, ഞെക്കരുത് കേട്ടോ. അപ്പൊ അതൊക്കെ സോഫ്റ്റ് ആയിട്ട് തൊടണേ. സോഫ്റ്റ് ആൻഡ് ജെന്റിൽ. ഓക്കെ, ഉമ്മ ഒന്നും കൊടുക്കരുത്. ഋഷിയുടെ മുഖത്തോട്ട് കൊണ്ടുവരുന്നു അത്. ഋഷി അതിനെ ഋഷി തൊടുന്നുണ്ടോ? ഋഷിയുടെ ദേഹത്ത് വെച്ചേരണോ? വേണ്ട. ഇനഫ് ഇനഫ്. ഞാൻ തൊട്ട് എന്താണ് എല്ലാവരോടും ബൈ പറഞ്ഞ പോവാന്ന് പറ. അപ്പൊ ബാത്റൂമിലെ ലയണിനോടും പിന്നെ റെസ്റ്റോറൻറ്റിലെ ലയണിനോടും എല്ലാവരോടും ബൈ പറഞ്ഞോ. ഓക്കെ, ടാറ്റാ, ബൈ 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 ജിറാഫ്, സീ യു. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പരിപാടി എല്ലാം ഇവിടുത്തെ അവസാനിച്ചു. സംഭവം അടിപൊളിയായിരുന്നു അല്ലേ? എക്സെപ്റ്റ് ഫുഡ്. ഫുഡ് വാസ് ശോകം ആൻഡ് എക്സ്ട്രീംലി കത്തി. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആകെ ലയണിൻ്റെ വ്യൂ എന്നുള്ള ആ ഒരൊറ്റ സംഭവത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറെ ഓപ്ഷനില്ല. പുറത്ത് പോകാൻ പറ്റുമോ? പുറത്ത് പോയാൽ ഇവിടെ കുറേ നടക്കണം. പുറത്ത് പോയി കഴിഞ്ഞാൽ എക്സിറ്റ് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങൾ ഇതിനകത്ത് വന്നതിന് ശേഷം ഇതിനകത്തൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. ലിറ്ററലി വി സ്പെൻഡ് ഒരു 2.5 ദിവസം മൊത്തം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അത്രയ്ക്ക് കാണാനും ഉണ്ട്. ഇനിയും കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ മറൈൻ പാർക്ക് കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പം നമ്മുടെ റൂമിൻ്റെ കൂട്ടത്തിൽ അതും ഇൻക്ലൂഡഡ് ആണ്. ശരിക്കും ആ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ദിസ് ഈസ് ലാഭം. കാരണം മറൈൻ പാർക്ക് ഇൻക്ലൂഡഡ് ആണ്, പിന്നെ ഇവിടുത്തെ എൻട്രി ഇൻക്ലൂഡഡ് ആണ്. ഇതിനൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ഈ പാർക്കിനകത്ത് കയറാൻ തന്നെ 6,000 രൂപ കൊടുക്കണം ഒരാൾക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 3 പേർക്ക് 6 12 12,000 രൂപ. അപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ കൊടുത്തത് എത്രയാണ്? ഓൾമോസ്റ്റ് അതിനെക്കാട്ടി ഒരു കുറച്ചുകൂടെ കൂടുതൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് ലാഭമാണ് ഈ ഒരു സംഭവം. സോ അങ്ങനെ എല്ലാം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഋഷി എവിടെ? ഈ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ.